ഒരു ശരണവുമില്ലാതെ വന്നപ്പോൾ BJP വിടുന്നു എന്ന് ചുമ്മാ എന്ന് പറഞ്ഞു നോക്കിയിരുന്നു സുരേന്ദ്രൻ. ശ്രീനിവാസനോട് മക്കൾ പറഞ്ഞതുപോലെ അയ്യോ അച്ഛ പോവല്ലേ പറയുമെന്ന് കരുതിയെങ്കിലും അത് ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ സുരേന്ദ്രന് വല്ലാത്ത തളർച്ചയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമ്പുരാന്റെ വിവാദം കാണുന്നത്. ഇനി ഞാനായിട്ടൊന്നും മിണ്ടാതിരിക്കേണ്ട എന്ന് കരുതി ഒരു പോസ്റ്റ് അങ്ങിട്ടു. എമ്പുരാൻ വിവാദത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ മാപ്പിന് പിന്നാലെ പരിഹാസവുമായിട്ടാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടത്. ഇനി കാണുന്നത് എമ്പുരാനല്ല, വെറും എംബാമ്പുരാൻ ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച പോസ്റ്റിൽ സുരേന്ദ്രൻ പരിഹസിക്കുകയുണ്ടായി. ഉദരനിമിത്തം ബഹുകൃത വേഷം, ഇനി കാണുന്നത് എമ്പുരാനല്ല, വെറും എംബാമ്പുരൻ. ഉത്തരത്തിലുള്ളത് എടുക്കാനുമായില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. നാസൗ ന്യായം കരകഥ കരസ്തോഭി വിനാശിത ആശയാഭൂഷിത ബുദ്ധി കിം കരോമി വരാതവ എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. അത്ഭുതം തന്നെ അണ്ണാ, അണ്ണൻ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ? എന്നിട്ടാണ് അച്ഛന്മാർ ബീഫ് കറി അല്ല ഉള്ളിക്കറിയും കൂട്ടി കഴിച്ചോണ്ടിരുന്നത്. അതേസമയം പോസ്റ്റിന് താഴെ BJPയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിറയുകയാണ്. വിവാദത്തിൽ മോഹൻലാലും പൃഥ്വിരാജും ഒന്നും ക്ഷമ പറഞ്ഞതിൽ അതിശയമില്ലെന്നും കേന്ദ്ര ഏജൻസികളെ വെച്ച് അവരെയും ഭയപ്പെടുത്തി കാണുമെന്നാണ് പലരും കുറിച്ചത്. ഇതൊന്നും വലിയ മിടുക്കല്ല ബ്രോ. അധികാരത്തിന്റെ ബലത്തിൽ ആ പാവത്താനെ ആനക്കൊമ്പും കീടിയെയും കാട്ടി പേടിപ്പിച്ച് തിരിപ്പിച്ചു, അത്രമാത്രം. യഥാർത്ഥത്തിൽ തെറ്റിപ്പോയത് നിങ്ങൾക്കാണ് സുരേന്ദ്ര. മോഹൻലാലും പൃഥ്വിരാജും നേടേണ്ടത് നേടിക്കഴിഞ്ഞു. സെൻസർ കഴിഞ്ഞ് എത്താൻ വ്യാഴാഴ്ചയാകും. പടം അതുവരെ നിർത്തിയിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു കഴിയും. അവർ ആഗ്രഹിച്ചത് നടന്നു, കാശും കിട്ടി. പിന്നെ എന്തിന് ഈ 17 കെട്ട്? ആരെ ബോധിപ്പിക്കാൻ? ശരിക്കും അവർ സംഘപരിവാറിനെ എതിർത്തവരെ കളിയാക്കുകയാണ്. തോറ്റുകെട്ടുന്ന ഭാവത്തിൽ ജയിക്കുന്നു. ഈ സ്കെയിലിലുള്ള പടങ്ങൾ ഒരാഴ്ചയിൽ കൂടുതൽ ഫുൾ തിയേറ്ററിൽ ഓടാറില്ല. പടം ഓടിത്തീർന്ന് പെട്ടിയിലാകാറാകുമ്പോൾ കട്ട് ചെയ്ത് കിട്ടിയിട്ട് എന്ത് ഗുണം? എതിർപ്പ് കാണിച്ചവരെ റോയലായി പറ്റിച്ചു. അതിൽ സപ്പോർട്ട് ചെയ്ത് നിന്ന BJP നേതാക്കൾക്കും പങ്കുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ജയാരവങ്ങളെങ്കിലും മുഴക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ കാണേണ്ടവർ കണ്ടു, അറിയേണ്ടവർ അറിഞ്ഞു, കൊള്ളേണ്ടവർ കൊണ്ടു. അവർ എന്തുദ്ദേശിച്ചോ അത് നടന്നു. ഇനി വെട്ടിയാൽ എന്ത്, കേറിയാൽ എന്ത്? വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്ന് ഉച്ചയോടെ കൂടിയാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത്. തൊട്ടു പിന്നാലെ മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവെച്ച് പൃഥ്വിരാജും രംഗത്തെത്തി. ഖേദപ്രകടനത്തിന് ഇരുവർക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഏറ്റവും അതിശയം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സത്യം പറഞ്ഞ ഒരു സിനിമയെ ഭയം എന്തിനി എന്നതിനാണ്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പുകിലുണ്ടാക്കുന്നത്? പറയുന്നവർ പറയട്ടെ, കാണുന്നവർ കാണട്ടെ, മിണ്ടാതിരുന്നാൽ പോരെ. എന്തായാലും അണ്ണന്റെ കമന്റിലുള്ള ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന കമന്റ് ഏറ്റവും യോജിച്ചത് നിങ്ങൾക്ക് തന്നെയാണ്.